ഹലോ സ്റ്റുഡൻസ്, SSLC കേരള പാഠാവലിയിലെ മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗത്തിൻ്റെ പ്രധാന ആശയങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള 8 ചോദ്യങ്ങളും അവയുടെ ഉത്തരവുമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്ന തരത്തിലുള്ള 8 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെയും കാണുക. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സുസ്ഥിര വികസനം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? മണ്ണും മനുഷ്യനും എന്ന കഥ ഈ ആശയത്തെ എങ്ങനെയാണ് പിന്തുണയ്ക്കുന്നത്? ഉത്തരം, സുസ്ഥിര വികസനം എന്നാൽ നിലവിലെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം ഭാവി തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ഒരു വികസന രീതിയാണ്. ഇത് സാമ്പത്തിക വളർച്ച, സാമൂഹിക ക്ഷേമം, പാരിസ്ഥിതിക സംരക്ഷണം എന്നീ 3 പ്രധാന ഘടകങ്ങളെ ഒരുമിപ്പിക്കുന്നു. മലിനീകരണമില്ലാത്ത ശുദ്ധവും പച്ചപ്പ് നിറഞ്ഞതുമായ ഒരു പരിസ്ഥിതി നിലനിർത്തുന്നതിലൂടെ മാത്രമേ സുസ്ഥിരമായ വികസനം സാധ്യമാകൂ എന്ന് APJ അബ്ദുൽ കലാമിൻ്റെ പ്രഭാഷണങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. മണ്ണും മനുഷ്യനും എന്ന കഥ ഈ ആശയത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നു. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കഥാകൃത്തും പ്രകൃതിയെ നശിപ്പിച്ച് ആഡംബര ജീവിതം നയിക്കാൻ ശ്രമിക്കുന്ന KU നായരും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതിന് ഉദാഹരണമാണ്. KU നായർ തൻ്റെ ബംഗ്ലാവിന് ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമാറ്റുകയും മണ്ണ് പോലും കാണാത്ത രീതിയിൽ ടൈൽസും മാർബിളും പാകുകയും ചെയ്തത് പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനത്തിന് ഉദാഹരണമാണ്. ഇത് സുസ്ഥിര വികസനത്തിന് വിരുദ്ധമാണ്. അതേസമയം പ്രകൃതിയുടെ ശാന്തതയും സൗന്ദര്യവും ആസ്വദിക്കുന്ന കഥാകൃത്ത് സുസ്ഥിരമായ ജീവിത രീതിക്ക് ഒരു മാതൃകയാകുന്നു. ചോദ്യം 2, മറയാൻ പോകുന്ന സൂര്യൻ വൃക്ഷത്തലപ്പുകളിൽ മഞ്ഞയും ചുവപ്പുമൊക്കെ വാരി വിതറുന്നതും നോക്കി ഞാനിരുന്നു. അന്തിവെളിച്ചം പൂർണ്ണമായും മറയാൻ പോവുകയായിരുന്നു. കഥയുടെ തുടക്കത്തിലെ ഈ വാക്യങ്ങൾ കഥാന്ത്യത്തെക്കുറിച്ച് എന്ത് സൂചനകളാണ് നൽകുന്നത്? ഉത്തരം, കഥയുടെ തുടക്കത്തിലുള്ള ഈ വാക്യങ്ങളിൽ കഥാന്ത്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനകളുണ്ട്. ഉദിച്ചുയരുന്ന സൂര്യനെ പോലെ ഊർജ്ജസ്വലനും സമ്പന്നനുമായിരുന്ന KU നായരുടെ ജീവിതം നിറം മങ്ങിയ സൂര്യനെ പോലെ അസ്തമിക്കുമെന്നും അന്തിവെളിച്ചം പൂർണ്ണമായും മറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഇല്ലാതാകുമെന്നും ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നു. വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി സമ്പാദിക്കുകയും ഒന്നിലധികം രാജ്യങ്ങളിൽ ബിസിനസ് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുകയും ചെയ്ത KU നായർക്ക് മക്കളോടൊപ്പം നാട്ടിലെ വലിയ ബംഗ്ലാവിൽ സന്തോഷത്തോടെ ജീവിക്കണം എന്നതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം. എന്നാൽ മക്കൾ അമേരിക്കയിൽ വിവാഹിതരായി അവിടെ തന്നെ സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങൾ തകരുന്നു. തൻ്റെ ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്തത് പാഴായെന്ന് മനസ്സിലാക്കുന്ന അദ്ദേഹം നിരാശനാവുകയും എങ്ങോട്ടെന്നില്ലാതെ വീട് വിട്ടു പോവുകയും ചെയ്യുന്നു. ഈ അസ്തമത്തെയാണ് കഥയുടെ തുടക്കത്തിലെ സൂര്യൻ്റെ മറയുന്ന ദൃശ്യങ്ങൾ മുൻകൂട്ടി കാണിക്കുന്നത്. ചോദ്യം 3, എവിടെ നോക്കിയാലും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയില്ല. പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം. ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞാൽ ഈ സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു. എന്നാൽ പിന്നെ ആ മരം അടിവേര് തന്നെ വെട്ടിയിടാമായിരുന്നില്ലേ? ഈ കഥാസന്ദർഭങ്ങൾ വർത്തമാന ജീവിതാവസ്ഥകളുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? ഉത്തരം, ഈ കഥാസന്ദർഭങ്ങൾ വർത്തമാനകാല ജീവിതാവസ്ഥകളുമായി വളരെ വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. KU നായരുടെ പ്രകൃതിയോടുള്ള സമീപനം ഇന്നത്തെ ആധുനിക സമൂഹത്തിൽ പലരുടെയും കാഴ്ചപ്പാടുകളെ പ്രതിഫലിപ്പിക്കുന്നു. മണ്ണില്ലാത്ത പരിസരം. ബംഗ്ലാവിന് ചുറ്റും ഒരു തരി മണ്ണ് പോലും കാണാൻ കഴിയാത്ത വിധം ടൈൽസും മാർബിളും പാകുന്നത് ഇന്ന് നഗരങ്ങളിലും അർദ്ധനഗരങ്ങളിലും സാധാരണമാണ്. മണ്ണുമായി നേരിട്ടുള്ള ബന്ധം ഇല്ലാതാവുകയും പരിസ്ഥിതി സൗഹൃദപരമായ സമീപനങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന പ്രവണത ഇത് കാണിക്കുന്നു. വൃത്തിയുടെ പേരിൽ പ്രകൃതിയെ നശിപ്പിക്കുന്നത്. ഇലകളും പൂക്കളും കൊഴിയുന്നത് വൃത്തികേടാണെന്ന് പറഞ്ഞ് KU നായർ മരങ്ങൾ വെട്ടിമാറ്റുന്നു. ഇത് ഇന്ന് പലരും പൂന്തോട്ടങ്ങളും പറമ്പുകളും പരിപാലിക്കുന്ന രീതിക്ക് സമാനമാണ്. പ്രകൃതിക്ക് അതിൻ്റേതായ താളങ്ങളുണ്ടെന്നും അത് പരിസ്ഥിതിക്ക് അനിവാര്യമാണെന്നും മനസ്സിലാക്കാതെ സൗന്ദര്യത്തിൻ്റെ പേരിൽ മരങ്ങളും ചെടികളും നശിപ്പിക്കപ്പെടുന്നു. പ്രകൃതിയെ ഒരു ശല്യമായി കാണുന്നത്. മരങ്ങൾ കാറ്റും വെളിച്ചവും തടയുന്നുവെന്ന് KU നായർ പരാതിപ്പെടുന്നു. പ്രകൃതിയെ ഒരു ശല്യമായി കാണുന്ന ഈ മനോഭാവം പലരിലും കാണാൻ സാധിക്കും. KU നായരുടെ ഈ പ്രവൃത്തികൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുകയും
ആഡംബരങ്ങൾക്ക് വേണ്ടി പരിസ്ഥിതിയെ നശിപ്പിക്കുകയും ചെയ്യുന്ന ആധുനിക മനുഷ്യൻ്റെ സ്വാർത്ഥതയെയാണ് എടുത്തു കാണിക്കുന്നത്. ചോദ്യം 4. ഞാനിവിടെ വരുമ്പോൾ അന്ന് കൊച്ചിയിലെ എൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോഴാണ്. ഈ സ്ഥലം മുഴുവൻ ഒരു വലിയ കാട് പോലെയായിരുന്നു. എനിക്ക് തൃപ്തിയായി. എന്നും വേണ്ട, എനിക്കെപ്പോഴും നല്ല കാറ്റും വെളിച്ചവും വേണം, വൃത്തിയും. ഈ മരങ്ങളൊക്കെ ഇവിടെ സ്ഥലമാകെ ഇരുട്ടും പരത്തി. വേണ്ട വേണ്ട എന്ന് പറയുന്ന കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങൾ വിശകലനം ചെയ്യുക. ഈ സന്ദർഭങ്ങളിലെ 2 കഥാപാത്രങ്ങളുടെ മനോഭാവങ്ങൾ പ്രകൃതിയോടുള്ള അവരുടെ വ്യത്യസ്ത സമീപനങ്ങളെ വ്യക്തമാക്കുന്നു. കഥാകൃത്തിൻ്റെ മനോഭാവം. കൊച്ചിയിലെ തിരക്കേറിയ ജീവിതത്തിൽ നിന്ന് വിരമിച്ച് ശാന്തവും പ്രകൃതി രമണീയവുമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് കഥാകൃത്ത്. കാടുപോലെയായിരുന്ന ആ സ്ഥലം കണ്ടപ്പോൾ അദ്ദേഹത്തിന് വലിയ തൃപ്തി തോന്നി. ഇത് പ്രകൃതിയെ സ്നേഹിക്കുകയും അതിൻ്റെ തനിമയിൽ ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തെ കാണിക്കുന്നു. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ അദ്ദേഹം വിലമതിക്കുന്നു. ഇനി കെ.യു. നായരുടെ മനോഭാവം. കെ.യു. നായർ പ്രകൃതിയെ തൻ്റെ സൗകര്യങ്ങൾക്കും ആഡംബരങ്ങൾക്കും തടസ്സമായി കാണുന്നു. അദ്ദേഹത്തിന് നല്ല കാറ്റും വെളിച്ചവും വൃത്തിയുമാണ് പ്രധാനം. മരങ്ങൾ സ്ഥലമാകെ ഇരുട്ടും വൃത്തികേടും പരത്തുന്നവയാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഇത് പ്രകൃതിയെ നശിപ്പിച്ച് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഉപഭോഗാസക്തിയുള്ള ഒരു മനോഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചോ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയെക്കുറിച്ചോ അദ്ദേഹത്തിന് യാതൊരു പരിഗണനയുമില്ല. ഈ 2 മനോഭാവങ്ങളും പ്രകൃതിയുമായി മനുഷ്യനുള്ള ബന്ധത്തിൻ്റെ 2 ധ്രുവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 5. മണ്ണും മനുഷ്യനും എന്ന കഥയ്ക്ക് പ്രമേയം, ആഖ്യാനരീതി, ഭാഷ എന്നിവ പരിഗണിച്ച് ഒരു നിരൂപണം തയ്യാറാക്കുക. ഉത്തരം: ടി. പത്മനാഭൻ്റെ മണ്ണും മനുഷ്യനും എന്ന ചെറുകഥ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിവിധ തലങ്ങളെ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ഒന്നാണ്. പ്രമേയം. കഥയുടെ പ്രധാന പ്രമേയം മണ്ണിനോടും പ്രകൃതിയോടുമുള്ള മനുഷ്യൻ്റെ വ്യത്യസ്ത സമീപനങ്ങളാണ്. പ്രകൃതിയെ സ്നേഹിക്കുകയും അതിൻ്റെ ഭാഗമായി ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന കഥാകൃത്തും പ്രകൃതിയെ വെട്ടിനിരത്തി ആഡംബര ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന കെ.യു. നായരും തമ്മിലുള്ള വൈരുദ്ധ്യം കഥയുടെ കാതലാണ്. ആധുനിക മനുഷ്യൻ ഭൗതിക സമ്പത്തിനും ആഡംബരത്തിനും വേണ്ടി പ്രകൃതിയെ എങ്ങനെ ചൂഷണം ചെയ്യുന്നുവെന്നും ഇത് ആത്യന്തികമായി അവന് നിരാശയും ഏകാന്തതയും നൽകുന്നുവെന്നും കഥ വരച്ചു കാട്ടുന്നു. ആഖ്യാന രീതി. കഥാകൃത്ത് നേരിട്ട് കഥ പറയുന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. വളരെ ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ ആഖ്യാന രീതി കഥയ്ക്ക് സവിശേഷമായ ഒരു ഭംഗി നൽകുന്നു. കഥാപാത്രങ്ങളുടെ മാനസിക വ്യാപാരങ്ങളും ചുറ്റുപാടുകളും വളരെ വ്യക്തമായി അവതരിപ്പിക്കുന്നു. സംഭവങ്ങളെ ക്രമമായി അവതരിപ്പിക്കുകയും കഥാപാത്രങ്ങളുടെ ചിന്തകളിലൂടെയും സംഭാഷണങ്ങളിലൂടെയും കഥ മുന്നോട്ടു പോവുകയും ചെയ്യുന്നു. ഭാഷ. ടി. പത്മനാഭൻ്റെ ഭാഷ ഉദാത്തമായ ലാളിത്യവും കാവ്യാത്മകതയും നിറഞ്ഞതാണ്. സങ്കീർണതകളില്ലാതെ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലുള്ള വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. പ്രകൃതിയെ വർണ്ണിക്കുന്ന ഭാഗങ്ങളിൽ കവിത തുളുമ്പുന്ന ഭാഷ കാണാം. സംഭാഷണങ്ങൾ വളരെ സ്വാഭാവികവും കഥാപാത്രങ്ങളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്നതുമാണ്. സത്യം, ദയ, സ്നേഹം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ കഥയുടെ ഭാഷയിലൂടെയും ആഖ്യാനത്തിലൂടെയും പ്രകടമാകുന്നു. മൊത്തത്തിൽ ശക്തമായ പ്രമേയവും ലളിതമായ ആഖ്യാന രീതിയും മനോഹരമായ ഭാഷയും കൊണ്ട് മണ്ണും മനുഷ്യനും എന്ന കഥ വായനക്കാരുടെ മനസ്സിൽ ഒരു നീറ്റലായി അവശേഷിക്കുന്നു. ചോദ്യം 6. ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷ അർത്ഥമെന്ത്? ഇത്തരത്തിലുള്ള നിരവധി ശൈലികൾ പ്രയോഗത്തിലുണ്ടല്ലോ. വിവിധ ശൈലികൾ കണ്ടെത്തി ആശയം വിശദീകരിച്ച് ഒരു പതിപ്പ് തയ്യാറാക്കുക. ചത്ത പോലെ ഉറങ്ങി എന്ന ശൈലി സന്ദർഭത്തിന് നൽകുന്ന സവിശേഷാർത്ഥം: കഥാകൃത്തിന് യാതൊരു വിധത്തിലുള്ള മാനസിക അലട്ടലുകളുമില്ലാതെ വളരെ ആഴത്തിലുള്ളതും ശാന്തവുമായ ഉറക്കമാണ് ലഭിച്ചത് എന്നതാണ്. സാധാരണഗതിയിൽ ഒരു മരിച്ച വ്യക്തിക്ക് യാതൊരുവിധ ചിന്തകളോ ഉത്കണ്ഠകളോ ഇല്ലാത്തതിനാൽ അത്രയും നിർവികാരവും സമാധാനപരവുമായ ഉറക്കത്തെയാണിത് സൂചിപ്പിക്കുന്നത്. പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന കഥാകൃത്തിൻ്റെ മനസ്സിലെ മനസ്സമാധാനം ഈ ശൈലിയിലൂടെ വ്യക്തമാകുന്നു. വിവിധ ശൈലികളും അവയുടെ ആശയങ്ങളും: ചക്രശ്വാസം വലിക്കുക, അത്യധികം വിഷമിക്കുക, കഷ്ടപ്പെടുക. ഉദാഹരണം: കടബാധ്യതകൾ കാരണം അയാൾ ചക്രശ്വാസം വലിക്കുകയാണ്. 5-ാം പത്തി, അവസരവാദി, കൂറുമാറുന്നയാൾ. ഉദാഹരണം: തിരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം അയാൾ 5-ാം പത്തിയായി മാറി. കുന്തം വിഴുങ്ങുക, അസാധ്യമായ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക,
വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെടുക. ഉദാഹരണം, അവൻ്റെ ജോലി പൂർത്തിയാക്കാൻ അവൻ കുന്തം വിഴുങ്ങി നിൽക്കുകയാണ്. കൈമലർത്തുക, നിസ്സഹായത പ്രകടിപ്പിക്കുക, ഒന്നും ചെയ്യാനില്ലെന്ന് പറയുക. ഉദാഹരണം, മകൻ്റെ ആവശ്യം കേട്ടപ്പോൾ അയാൾ കൈമലർത്തി. തല കുലുക്കുക, സമ്മതിക്കുക, അംഗീകരിക്കുക. ഉദാഹരണം, എൻ്റെ നിർദ്ദേശം കേട്ട് അവൻ തല കുലുക്കി. നീരും ചോരയും വറ്റുക, ശരീരം നന്നായി ശോഷിക്കുക, ആരോഗ്യം നശിക്കുക, ഉന്മേഷം നഷ്ടപ്പെടുക. ഉദാഹരണം, രോഗം കാരണം അവൻ്റെ നീരും ചോരയും വറ്റിപ്പോയി. കണ്ണിൽ പൊടിയിടുക, ഒരാളെ വഞ്ചിക്കുക, കബളിപ്പിക്കുക. ഉദാഹരണം, തെറ്റുകൾ മറച്ചുവെക്കാൻ അവൻ എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ടു. ചെവിക്ക് പിടിക്കുക, ശിക്ഷിക്കുക, ശാസിക്കുക. ഉദാഹരണം, തെറ്റ് ചെയ്തതിന് മാഷ് കുട്ടിയുടെ ചെവിക്ക് പിടിച്ചു. ഈ ശൈലികൾ ഭാഷയെ കൂടുതൽ സജീവവും അർത്ഥസമ്പുഷ്ടവുമാക്കാൻ സഹായിക്കുന്നു. ചോദ്യം 7. എത്ര തവണ ആ മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല? ഈ വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗത്തിൻ്റെ സവിശേഷത ചർച്ച ചെയ്യുക. എത്ര തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഞാൻ ഇവിടെ നിന്നിട്ടില്ല എന്ന വാക്യത്തിലെ നിന്നിട്ടില്ല എന്ന പ്രയോഗം ഒരു സാധാരണ നിഷേധാത്മക അർത്ഥത്തിലല്ല ഉപയോഗിച്ചിരിക്കുന്നത്. മറിച്ച് ഇതൊരു ചോദ്യരൂപത്തിൽ അതീവ പ്രാധാന്യവും തീവ്രതയും സൂചിപ്പിക്കുന്നതിനാണ്. ഈ പ്രയോഗം ശരിക്കും അർത്ഥമാക്കുന്നത് ഞാൻ എത്രയോ തവണ ആ നല്ല മരത്തെയും അതിലെ പൂക്കളെയും നോക്കി ഇവിടെ നിന്നിട്ടുണ്ട് എന്നാണ്. ഈ ശൈലി സാധാരണയായി ചോദ്യരൂപത്തിൽ ഉപയോഗിച്ച് അതിശയോക്തിയിലൂടെ ഒരു കാര്യം എത്രത്തോളം ആവർത്തിച്ചു അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് എടുത്തു കാണിക്കാനാണ്. കഥാകൃത്തിന് ആ പൊൻചെമ്പക മരത്തോടും അതിൻ്റെ പൂക്കളോടുമുള്ള അളവറ്റ സ്നേഹവും അതിൽ നിന്ന് ലഭിച്ച ആനന്ദവും ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നു. മരം സമ്മാനിച്ച മനോഹരമായ കാഴ്ചയും സുഗന്ധവും അത്രയധികം ഹൃദ്യമായിരുന്നു എന്ന് വായനക്കാരിലേക്ക് ശക്തമായി എത്തിക്കാൻ നിന്നിട്ടില്ല എന്ന പ്രയോഗം സഹായിക്കുന്നു. നേരിട്ട് ഞാൻ പലതവണ നിന്നിട്ടുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ ഈ ശൈലിക്ക് കൂടുതൽ വൈകാരിക തീവ്രതയും ആഖ്യാന ഭംഗിയുമുണ്ട്. ചോദ്യം 8. എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ. ഈ കാഴ്ചപ്പാടിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഉത്തരം, എന്തിനാണ് ആളുകൾക്ക് ഇത്രയും വലിയ വീട്? പക്ഷേ അത് തീരുമാനിക്കേണ്ടത് വീട് വയ്ക്കുന്ന ആളാണല്ലോ എന്ന ചോദ്യം വളരെ പ്രസക്തവും സാമൂഹികമായി ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ്. എൻ്റെ കാഴ്ചപ്പാടിൽ ഈ പ്രസ്താവനയിൽ ചില ശരികളും തെറ്റുകളുമുണ്ട്. ശരികൾ: ഒരു വ്യക്തി സ്വന്തം പണം ഉപയോഗിച്ച് എന്ത് ചെയ്യണമെന്നുള്ളത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. സ്വന്തമായി വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം, രൂപകൽപ്പന, സൗകര്യങ്ങൾ എന്നിവ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്. ഈ വീട് അവരുടെ സ്വപ്നങ്ങളുടെ ഭാഗമാകാം, അല്ലെങ്കിൽ സാമൂഹിക നിലയുടെ പ്രതീകമാകാം. നിയമപരമായി തെറ്റല്ലാത്ത കാര്യങ്ങളിൽ മറ്റൊരാൾ ഇടപെടേണ്ടതില്ല. തെറ്റുകൾ അല്ലെങ്കിൽ പ്രതികരണം: എങ്കിലും ഈ കാഴ്ചപ്പാടിന് ചില സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രത്യാഘാതങ്ങളുണ്ട്. അനാവശ്യ ആഡംബരം: പലപ്പോഴും വലിയ വീടുകൾ അനാവശ്യമായ ആഡംബരത്തിൻ്റെ പ്രതീകമാകാറുണ്ട്. ചെറിയ കുടുംബങ്ങൾക്ക് പോലും വലിയ വീടുകൾ നിർമ്മിച്ച് അവ പരിപാലിക്കാൻ വലിയ തുക ചെലവഴിക്കുന്നു. ഇത് സാമ്പത്തിക ബാധ്യതകൾക്കും ധൂർത്തിനും വഴിവെക്കും. പാരിസ്ഥിതിക ആഘാതം: വലിയ വീടുകൾ നിർമ്മിക്കുന്നതിന് കൂടുതൽ സ്ഥലവും നിർമ്മാണ വസ്തുക്കളും ആവശ്യമാണ്. ഇത് പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണത്തിനും പരിസ്ഥിതി നാശത്തിനും കാരണമാകുന്നു. മണ്ണും മനുഷ്യനും എന്ന കഥയിലെ KU നായർ മരങ്ങൾ വെട്ടിമാറ്റി മണ്ണ് പോലും ഇല്ലാതാക്കി വലിയ ബംഗ്ലാവ് നിർമ്മിച്ചത് ഇതിന് ഉദാഹരണമാണ്. അടുത്തത് സാമൂഹികമായ അസമത്വം. വലിയ വീടുകൾ സമൂഹത്തിലെ സാമ്പത്തിക അസമത്വത്തെ എടുത്തു കാണിക്കുന്നു. എല്ലാവർക്കും സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം പോലും സാധ്യമാകാത്ത ഒരു സമൂഹത്തിൽ ആഡംബര ബംഗ്ലാവുകൾ ഒരുതരം സാമൂഹ്യ വിള്ളലിന് കാരണമാകും. നിലവിലെ അവസ്ഥ: കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് വീടുകൾ ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുമ്പോൾ പുതിയ വലിയ വീടുകൾ കെട്ടിപ്പടുക്കുന്നത് വിഭവങ്ങളുടെ പാഴാക്കലായി കണക്കാക്കാം. അതിനാൽ വീട് നിർമ്മിക്കുമ്പോൾ വ്യക്തിപരമായ താൽപ്പര്യങ്ങൾക്കപ്പുറം സാമൂഹികവും പാരിസ്ഥിതികവുമായ ഉത്തരവാദിത്തങ്ങൾ കൂടി പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. വീട് വയ്ക്കുന്ന ആളാണ് അത് തീരുമാനിക്കേണ്ടത് എന്നത് ഒരു വ്യക്തിഗത സ്വാതന്ത്ര്യം ആണെങ്കിലും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന കടമകളെയും പരിസ്ഥിതിയോടുള്ള ബാധ്യതകളെയും അവഗണിക്കരുത്. സുസ്ഥിരമായ ജീവിത രീതിക്ക് അനുയോജ്യമായ വീടുകൾ നിർമ്മിക്കുന്നതിലൂടെ വ്യക്തിക്കും സമൂഹത്തിനും പ്രകൃതിക്കും ഒരുപോലെ ഗുണമുണ്ടാകും.